ഒരു അടയാണ് വട്ടയിലയിലുള്ള അട. വട്ടയില എന്ന് പറയുന്നത് എല്ലായിടത്തും വട്ടയില എന്നല്ല പറയുന്നത്, ഞങ്ങളുടെ അടുത്ത് തന്നെ പറയുന്നത് ഇതിന് ഉപ്പിലയില എന്നാണ്. ഇതാണ് ആ ഇല. അപ്പോൾ പക്ഷേ വട്ടയില എന്നതൊന്നും എല്ലായിടത്തും അറിയപ്പെടുന്നത് നമ്മൾ ഉപ്പിലയില എന്നാണ് പറയുന്നത്. ഈ അട ഉണ്ടാക്കുന്നത് പൂരത്തിനാണ്. ഞങ്ങൾ കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിലാണ് കൂടുതലായി ഈ പൂരം ആഘോഷിക്കുന്നത്. മാസത്തിലാണ് ഞങ്ങൾ ഈ പൂരം ആഘോഷിക്കുന്നത്. ഇതുപോലെ കാമനെ മണ്ണിലും ചാണകത്തിലും കാമദേവനെ ഉണ്ടാക്കി ഈ മങ്കമാറ് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഇതുപോലെ കാമദേവന് പൂവൊക്കെ ഇട്ട് പൂജിച്ച് അങ്ങനെയാണ് നമ്മൾ ഈ 10 ദിവസം കാമദേവനെ പൂജിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ദിവസമാണ് നമ്മൾ ഈ അട ഉണ്ടാക്കാൻ പോകുന്നത്. ആ അട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 1 കിലോ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക. ശർക്കര നല്ലവണ്ണം ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചെടുക്കുന്നത് നല്ലതാണ്, ഇല്ലെങ്കിൽ കല്ല് കടിക്കും. അപ്പോൾ നല്ലവണ്ണം അരിച്ചെടുക്കുക. ഇനി നമുക്ക് തേങ്ങയൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു 4 വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ആ ഒരു നനവൊന്ന് പോയി കിട്ടിയാൽ മതി. ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങയും ഈ ശർക്കരയും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ശർക്കരയും കുറച്ച് ഏലക്കായ പൊടിയും കൂടി കലക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കണം. ശർക്കര റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം. ഇവിടെ പച്ചരി പൊടിച്ച് വറുത്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇനി തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് നല്ലവണ്ണം കുഴച്ചെടുക്കുക. നമ്മളിപ്പോൾ ഇടിയപ്പത്തിൻ്റെ ആ ഒരു പരുവത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ശർക്കര ഒന്ന് തണുത്തതിന് ശേഷം ഇതിൽ സ്റ്റഫ് ചെയ്ത് നമുക്ക് ഇഡ്ഡലി കുക്കറിൽ ആവി കയറ്റി നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ആ ശർക്കര ഒന്ന് തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ശർക്കര ഏകദേശം ആയിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ വറ്റി നല്ലവണ്ണം വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഇത് ആവണം. തേങ്ങയും ശർക്കരയും ചേർത്ത ഇത് അതിലെ തേങ്ങ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്കിത് സ്റ്റഫ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഒരു ഉരുള എടുത്ത് ഇതുപോലെ ഉരുട്ടി ഇതുപോലെ ആക്കിയെടുക്കാം. ഇത് ചെയ്യാൻ എക്സ്പേർട്ട് ചേച്ചിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങയുടെയും ശർക്കരയുടെയും ആ കൂട്ട് ഇട്ട് രണ്ട് സൈഡ് ഭാഗവും അമർത്തി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇത് ഉപ്പിലേലയിലേക്ക് വെച്ച് മടക്കിയെടുക്കാം. ഇനി ഇത് വാഴനാര് കൊണ്ട് കെട്ടിക്കൊടുക്കണം.
ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അട വെച്ച് കൊടുക്കാം. ഇതുപോലെ അട വെച്ച് അടച്ചു കൊടുക്കാം. ഒരു 12 അടയോളം ഇപ്പോൾ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് കിട്ടണം. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ആദ്യത്തേത് റെഡി ആയിട്ടുണ്ട്. ഇതാ, ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം.